നാലുകെട്ട് MT വാസുദേവൻ നായർ ഭാഗം 16. പതിവിലും വൈകിയാണ് അപ്പുണ്ണി സ്കൂളിലേക്ക് പുറപ്പെട്ടത്. രാവിലെ കഞ്ഞി കിട്ടാൻ വൈകി. കുറച്ച് ദിവസമായി നേരത്ത് ഭക്ഷണമില്ല. വിത്ത് മുഴുവൻ എടുത്ത് ചിലവാക്കി കഴിഞ്ഞു. പത്തായത്തിലെ നെല്ല് വലിയമ്മാമ വണ്ടിക്കാർക്ക് വിറ്റു. നെല്ല് ചോദിക്കാൻ ചെന്നാൽ അമ്മാമ്മ കൊടുക്കുന്നത് കേട്ടാൽ അറയ്ക്കുന്ന ചീത്തവാക്കുകളാണ്. ചുരുക്കം ദിവസങ്ങളിലെ വലിയമ്മാമ വീട്ടിലുണ്ടാകാറുള്ളൂ. പൂന്തോട്ടത്തിലേക്ക് പോയാൽ തിരിച്ചു വരുന്നത് 8-10 ദിവസം കഴിഞ്ഞാണ്. അടയ്ക്കാപ്പറിയും നാളികേരമിടലും കഴിഞ്ഞാൽ പോകും. വീട്ടിലെ ചെലവ് നടത്തേണ്ടത് തൻ്റെ ഉത്തരവാദിത്തമല്ല എന്ന ഭാവമാണ്. വീട്ടിലെ ഭക്ഷണകാര്യത്തിൽ കുട്ടമ്മാമയ്ക്കും ശ്രദ്ധയില്ല. നേരത്തിന് വരുമ്പോൾ ഭക്ഷണമില്ലെങ്കിൽ മീനാക്ഷി എടത്തിയെയാണ് ചീത്ത പറയുക. അടുത്ത വീടുകളിൽ നിന്ന് നെല്ലും അരിയും കടം വാങ്ങാൻ പോകുന്നത് അവരാണ്. ഇടയ്ക്കിടെ അവർ പറയും, ഒക്കെ എൻ്റെ യോഗം. കുറ്റിക്കാർക്ക് വലിയമ്മാമ താക്കീത് കൊടുത്തിട്ടുണ്ട്, കുട്ടമ്മാമയ്ക്ക് പണം കൊടുക്കരുത്. കുട്ടമ്മാമ മറ്റൊരു വഴിക്കാണ് തിരിഞ്ഞത്. മേലെ സർപ്പക്കാവിനടുത്തുള്ള വലിയ ഗോമാവ് കുട്ടി ഹസന് മുറിച്ച് വിറ്റു. ഒരു ചാക്ക് നെല്ലും വീട്ടിലേക്ക് വാങ്ങിക്കൊടുത്തു. ബാക്കി പണത്തിൻ്റെ കണക്ക് വലിയമ്മ പറഞ്ഞപ്പോൾ കുട്ടമ്മാമ പറഞ്ഞു, കുഞ്ചിയപ്പോളെ മിണ്ടാണ്ട് അവിടെ ഇരുന്നോളി. ആ മരം മുറിക്കാൻ കയറും മഴവുമായി വീട്ടുകാർ വന്നത് മുറ്റത്തൂടെയായിരുന്നു. അവരിൽ ഒരാൾ വെള്ളം വാങ്ങി കുടിക്കാൻ വടക്കുപുറത്ത് വന്നപ്പോഴാണ് അമ്മമ്മ അത് അറിഞ്ഞത്. അന്ന് പകൽ മുഴുവൻ അവർ കരയുകയായിരുന്നു. 3 മാസം കൊണ്ട് പുറത്തെ വളപ്പ് വെളിമ്പറമ്പായി. കുട്ടി ഹസൻ ഹാജിയുടെ ഈർച്ചക്കാർ അവിടെ മുറിച്ചിട്ട മരങ്ങൾ ഈർന്ന് പലകകളാക്കുകയാണ്. നാലുകെട്ടിനകത്ത് അവന് ഓരോ നിമിഷവും വീർപ്പ് മുട്ടുകയായിരുന്നു. കരയുന്ന അമ്മമ്മ, എപ്പോഴും പിറുപിറുത്ത് മടം പഠിച്ച് നടക്കുന്ന വലിയമ്മ, കരിമ്പടം കൊണ്ട് കാൽ പൊതിഞ്ഞു വെച്ച് ചുമര് ചാരിയിരുന്ന് ആരോടെന്നില്ലാതെ മനുഷ്യാവസ്ഥയെപ്പറ്റി പറയുന്ന ചെറിയച്ഛൻ. എന്തെങ്കിലും ഒരൊച്ചപ്പാടുണ്ടാക്കി ഇടയ്ക്ക് ചുഴലിക്കാറ്റ് പോലെ വീട്ടിലേക്ക് കയറി വരുന്ന കുട്ടമ്മാമ. ഓ, എന്തൊരു കൂട്ടം ആളുകൾ! വെറുപ്പ് മനസ്സിൽ തിങ്ങി നിൽക്കുന്നത് വെറുപ്പ് മാത്രമാണ്. മീനാക്ഷി എടത്തിയെ കാണുമ്പോഴാണ് ആകെ മനസ്സിലൊരു വേദന തോന്നുക. വടക്കേ വീട്ടിൽ നിന്ന് കൊട്ടയിൽ നെല്ല് ചുമന്ന് കവുങ്ങിൻ തോട്ടത്തിലൂടെ ആരും കാണാതെ വരുന്ന അവരെ കണ്ടപ്പോൾ ഒരിക്കൽ അറിയാതെ അപ്പുണ്ണിയുടെ കണ്ണുകൾ നനഞ്ഞുപോയി. സുഖവും ദുഃഖവും ദൈവം മനുഷ്യന് വിധിച്ചതാണത്രേ. എന്നിട്ട് അവർക്ക് എന്തേ ദൈവം സുഖം കൊടുക്കാത്തത്? നടക്കുമ്പോൾ അങ്ങനെ പലതും അപ്പുണ്ണി ആലോചിച്ചു. കൂട്ടുകാർ മുമ്പേ പോയിരിക്കുന്നു. ചെമ്മണ്ണ് നിറഞ്ഞ പാതയിൽ കാളവണ്ടി ചക്രങ്ങൾ ഉരുണ്ടുപോയ പാട് അപ്പോഴും കിടപ്പുണ്ട്. ഭാസ്കരൻ കഴിഞ്ഞ കൊല്ലം തോറ്റു. 5th-ലാണിപ്പോൾ. വീട്ടിൽ എന്തുതന്നെ വിഷമമായാലും ഭാസ്കരനും കൃഷ്ണൻകുട്ടിക്കും ബുദ്ധിമുട്ടില്ല. സ്വത്തുള്ള ഇല്ലത്തെ നമ്പൂരിയുടെ മകനായി ജനിച്ചാൽ അങ്ങനെയായിരിക്കും. അത്താണിക്കടുത്ത് ആരോ നിൽക്കുന്നു. അപ്പുണ്ണി ശ്രദ്ധിച്ചില്ല. അടുത്തെത്തിയപ്പോൾ അവൻ വെറുതെ നോക്കി. അപ്പോഴാണ് മനസ്സിലായത്, ശങ്കരൻ നായർ. തീക്കട്ടയിൽ ചവിട്ടിയ അനുഭവമാണ് ഉണ്ടായത്. അപ്പുണ്ണി! അയാൾ അടുത്തേക്ക് വരികയാണ്. അവൻ മുഖം തിരിച്ചു നടന്നു. അപ്പുണ്ണി! തിരിഞ്ഞു നോക്കിയില്ല. കാലുകൾ നീട്ടി വലിച്ചു വെച്ച് അപ്പുണ്ണി നടന്നു. കുറേ ദൂരം എത്തി ഒന്ന് തിരിഞ്ഞു നോക്കി. ഇല്ല, അയാൾ കൂടെയില്ല. വഴിക്ക് വെച്ച് പഞ്ചായത്ത് പറഞ്ഞ് ലോഗ്യം പുതുക്കാൻ വന്നിരിക്കുന്നു. എല്ലാം അവൻ എന്നേ കേട്ടതാണ്, സഹിച്ചതാണ്. വെള്ളപ്പൊക്കം കഴിഞ്ഞ ഉടനെ അറിഞ്ഞതാണ്. അമ്മ അങ്ങോട്ട് താമസം മാറ്റിയിരിക്കുന്നു. വലിയമ്മ അതറിഞ്ഞപ്പോൾ പറഞ്ഞത് കേൾക്കണം. മുറ്റത്തേക്ക് ഓടിപ്പോയി. തൊലി ഉരിഞ്ഞു പോകുന്നത് പോലെ തെങ്ങും പൊറ്റയിൽ ശങ്കരൻ നായരുടെ കൂടെ. അത് കേട്ട ദിവസം തന്നെ കെട്ടിവരിഞ്ഞ് നിർത്തിയിരുന്ന ഒരു ചങ്ങല പൊട്ടിച്ചെറിഞ്ഞ ആശ്വാസമാണ് തോന്നിയത്. ലോഗ്യം പറയാൻ വന്നിരിക്കുന്നു. തെങ്ങും പൊറ്റയിൽ ശങ്കരൻ നായർ എനിക്ക് ആരുമല്ല. സ്കൂളിലെത്തിയപ്പോൾ ബെല്ലടിച്ച് 10 മിനിറ്റ് കഴിഞ്ഞിരിക്കുന്നു. ശങ്കരനാരായണയ്യർ മാസ്റ്ററുടെ ക്ലാസ്സാണ്. പക്ഷേ മാസ്റ്റർ വന്നിട്ടില്ലാത്തതുകൊണ്ട് ഡ്രോയിങ് മാസ്റ്റർ പകരം വന്നിരിക്കുകയാണ്. കുട്ടികൾക്ക് അയാളെ പേടിയില്ല. ക്ലാസ്സിൽ ബഹളം തന്നെ. 2ാമത്തെ പീരീഡാണ് മെമ്മോ വായിച്ചത്. 10-ാം തീയതിക്ക് മുമ്പായി ഗവൺമെൻറ് പരീക്ഷയ്ക്കുള്ള ഫീസ് അടയ്ക്കണം. 15 ഉറുപ്പിക. 10-ാം തീയതി. ഇനി 6 ദിവസമേ ഉള്ളൂ. 15 ഉറുപ്പിക എവിടെ നിന്ന് കിട്ടാനാണ്? പെട്ടെന്ന് അവൻ ഓർമ്മ വന്നു. അമ്മമ്മയുടെ കൈവശം അവൻ്റെ കാശുണ്ട്. അതിൽ നിന്ന് കുട്ടമ്മാമ എടുത്ത പണം തിരിച്ചു ചോദിച്ചാൽ മതി. വൈകുന്നേരം വീട്ടിലെത്തിയപ്പോൾ അമ്മമ്മയോട് പറഞ്ഞു, പരീക്ഷയ്ക്ക് ഫീസ് അടയ്ക്കണം, 15 ഉറുപ്പിക വേണം. എൻ്റെ മോൻ കുട്ടമ്മാമയോട് ചോദിക്കേ, ഞാനും ഓനോട് പറയാം. കുട്ടമ്മാമയോട് ചോദിക്കാൻ തന്നെ തീരുമാനിച്ചു. കുട്ടമ്മാമയോട് നേരിട്ട് ഇതുവരെ സംസാരിച്ചിട്ടില്ല. എന്നാലും സംസാരിക്കാൻ ഭയമില്ല. ആ മനുഷ്യൻ്റെ നേരെ അവൻ അല്പം ബഹുമാനം മനസ്സിൻ്റെ കോണിൽ മറഞ്ഞു കിടപ്പുണ്ട്.
വലിയമാമ അടിച്ച ദിവസം ഓർമ്മയിൽ വന്നു. അന്ന് കുട്ടമാമയാണ് രക്ഷിച്ചത്. ഇതുവരെ ഒന്നും സംസാരിച്ചിട്ടില്ല. എന്നാലും വലിയമാമ എന്ന ഭയങ്കരനോട് ഏറ്റുമുട്ടാൻ ധൈര്യമുള്ള അയാൾ അവൻ്റെ കണ്ണിൽ ഒരു വീരപുരുഷനാണ്. കുട്ടമാമ വല്ലപ്പോഴുമാണ് വരിക. രാത്രി ചിലപ്പോൾ വന്നില്ലെന്നും വരും. വക്കീൽ കുമാരൻ നായരുടെ കൂടെയായിരിക്കും. ചിലപ്പോൾ വേറെയും പലതും കേൾക്കുന്നുണ്ട്. അടുത്ത ദിവസം സന്ധ്യയ്ക്ക് കുളിച്ചു വന്നപ്പോഴാണ് മാളു പറഞ്ഞത്, അച്ഛൻ വന്നിട്ടുണ്ട്. ഉമ്മറത്തെ ചാരുപടിയിലിരുന്ന് കുട്ടമ്മാമ ബീഡി വലിക്കുകയായിരുന്നു. ആ മുഖഭാവം അവന് ഒരു വിഷമമുണ്ടാക്കി. കുറേ നാളായി അങ്ങനെയാണ് കുട്ടമ്മാമയെ കാണുന്നത്. എങ്കിലും അടുത്തു ചെന്നു. കണ്ട ഭാവം നടിച്ചില്ല. അവൻ ഒഴിയുന്നില്ലെന്ന് കണ്ടപ്പോൾ ചോദിച്ചു, 15-ാം തീയതി ഗവൺമെൻറ് പരീക്ഷയ്ക്ക് ഫീസ് അടയ്ക്കണം. അതിന്? കുട്ടമ്മാമ കടം പിരിക്കാൻ വന്നതാടാ. ഞാൻ എന്താ ചെയ്യേണ്ടത്? ഫീസ് അടച്ചില്ലെങ്കിൽ എൻ്റെ 4 നൊട്ട വാങ്ങിച്ചിട്ട് ചിട്ടല്ലേടാ അത്. എൻ്റെ കയ്യിൽ പണമില്ല, പന്നിക്കുട്ടിയില്ല. കരച്ചിൽ വന്നു. എങ്കിലും കരഞ്ഞില്ല. വേദനിക്കുമ്പോൾ കരയാതിരിക്കാൻ അവൻ പഠിച്ചു കഴിഞ്ഞിരുന്നു. അവൻ അകത്തേക്ക് പോരുമ്പോൾ കുട്ടമാമ പറഞ്ഞു, ഇനി നീയൊക്കെ പഠിച്ചിട്ട് തുക്കിടിസായമായിട്ടല്ലേ വരിക? ആ വാക്കുകൾ അപ്പുണ്ണി ചവച്ചിറക്കി. തെക്കിനിയിലെത്തിയപ്പോൾ മാളു ചോദിച്ചു, കിട്ടിയോ അപ്പുണ്ണിയേട്ടാ? ചോദിക്കാൻ വന്നിരിക്കുന്നു. പകയോടെ അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞു, പോടി അവിടുന്ന്. അവളുടെ മുഖത്ത് നോക്കാതെ അവൻ ഇരുട്ടിൽ മുങ്ങിക്കിടക്കുന്ന കോണിമുറിയിലേക്ക് നടന്നു. അമ്മമ്മയ്ക്ക് വ്യസനമുണ്ടായിരുന്നു. അമ്മമ്മയുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ കുട്ടി നെയ്യ് കുഴങ്ങില്ലായിരുന്നു. ആരുടെയും കയ്യിലുണ്ടാവില്ല, അവൻ മനസ്സിൽ പറഞ്ഞു. അപ്പുണ്ണിക്ക് ആരും ഉണ്ടാവില്ല. നാളെയാണ് പണം കൊടുക്കേണ്ടത്. ക്ലാസ്സിൽ പണമുള്ള കുട്ടികളുണ്ട്. വാസുദേവൻ നമ്പൂതിരി, അയാളുടെ കയ്യിൽ പണമുണ്ടാവും. ഇല്ലത്ത് സ്വത്തുണ്ട്. അച്ഛന് ഭ്രാന്തായതുകൊണ്ട് അയാൾ തന്നെയാണ് കാര്യങ്ങൾ നടത്തുന്നത്. സ്വർണ്ണ വാച്ചും മോതിരവും സ്വർണ്ണ കുടുക്കകളുമുണ്ട്. 10-ൻ്റെ നോട്ടുകൾ എപ്പോഴും കീശയിലുണ്ടാവുമത്രേ. അയാളോട് ചോദിക്കുന്നത് എങ്ങനെയാണ്? കടം വാങ്ങിയാൽ എങ്ങനെ വീട്ടും? പക്ഷേ പരീക്ഷയ്ക്കിരിക്കേണ്ട കാര്യമാണ്. 3 മാസം കൂടെ കഴിഞ്ഞാൽ ഈ ദുരിതം അവസാനിക്കുകയാണ്. പിന്നീട് അവന് പ്രതീക്ഷകളുണ്ട്. അവസാനം സംശയിച്ച് അവൻ ചോദിച്ചു. നമ്പൂതിരി പറഞ്ഞു, പണമുണ്ട്, പക്ഷേ ഇതെനിക്ക് അടിയന്തരമായി തൃശ്ശൂർക്ക് പോകാനുള്ളതാ. ഒരു ഹാർമോണിയം വാങ്ങണം. അയാൾ ഹാർമോണിയം വാങ്ങട്ടെ. അയാളും യശോധരയും കൂടി പാട്ടുപാടട്ടെ. എന്തെല്ലാം കഥകളാണ് കുട്ടികൾ പറയുന്നത്. മുഹമ്മദിന് കാര്യം മുഴുവൻ അറിയാം. പണം അന്വേഷിക്കേണ്ട കാര്യം അവൻ ഏറ്റെടുത്തിട്ടുണ്ട്. ക്ലാസ്സിലെ കുട്ടികളിൽ പലരോടും മുഹമ്മദ് സ്വകാര്യമായി ചോദിച്ചു. കിട്ടിയില്ല. അപ്പുണ്ണിയെ, തനിക്കൊരു കാര്യം ചെയ്തൂടെ? എന്താ? ഭാസ്കരൻ്റെ അമ്മോട് വാങ്ങിക്കൂടെ? ഞാൻ ചോദിക്കില്ല. തൻ്റെ വല്യമ്മയാന്നല്ലേ പറഞ്ഞേ? അതെ, ഞാൻ ചോദിക്കില്ല. നാളേക്ക് പണം വേണ്ടടോ. അതൊക്കെ വിചാരിച്ചിരുന്നാൽ എനിക്ക് മാനം കെടാൻ വയ്യ മുഹമ്മദേ. മുഹമ്മദ് പിന്നെ നിർബന്ധിച്ചില്ല. പണമുള്ളവരുണ്ടാകും. വലിയമ്മാമ അതൊക്കെ ആലോചിക്കാൻ പറ്റിയ കാര്യങ്ങളല്ല. രാത്രി മുഴുവൻ ഉറങ്ങാതെ കിടന്നു. എത്ര കാലം കഷ്ടപ്പെട്ടാണ് ഈ പടിവാതിൽക്കൽ എത്തിയത്. എന്നിട്ടിപ്പോൾ എല്ലാം തകർന്നു വീഴുകയാണ്. നാളെ 4 മണിക്ക് മുമ്പായി പണം അടയ്ക്കണം. മുഹമ്മദ് തൻ്റെ വീടിൻ്റെ ചുറ്റുപാടുകളിൽ ഉമ്മയുടെ സഹായത്തോടെ ഒരു ശ്രമം നടത്താമെന്ന് ഏറ്റിട്ടുണ്ട്. ഉച്ചയ്ക്ക് മുമ്പായി സ്കൂളിൽ എത്തിയിട്ടില്ലെങ്കിൽ പണം കിട്ടില്ലെന്ന് വിചാരിച്ചു കൊള്ളാനാണ് പറഞ്ഞിട്ടുള്ളത്. പരീക്ഷയ്ക്കിരുന്നാൽ പാസ്സാവുമെന്ന് ഉറപ്പുണ്ട്. പാസ്സായാൽ എവിടെയെങ്കിലും ജോലി കിട്ടും. എന്നിട്ട് വേണം അന്ന് ആരുടെയും സഹായം കൂടാതെ തല ഉയർത്തി നിൽക്കാം. എല്ലാം ഇപ്പോൾ ഒരു പ്രശ്നത്തിൻ്റെ മുമ്പിൽ തടഞ്ഞു നിൽക്കുകയാണ്. 15 ഉറുപ്പിക പണം കിട്ടില്ല. പരീക്ഷയ്ക്ക് പണം അടക്കില്ല. വിചാരിച്ച പോലെയൊന്നും സാധിക്കില്ല. നേരം വെളുക്കുന്നതിന് മുമ്പ് തന്നെ എഴുന്നേറ്റു. പല്ല് തേച്ച് കുളത്തിൽ നിന്ന് വരുമ്പോൾ കിണറ്റിൻകരയിൽ മാളുവെ കണ്ടു. അവളെ ശ്രദ്ധിക്കാതെ കടന്നു പോയപ്പോൾ മാളു ചോദിച്ചു, എന്തേ അപ്പുണ്ണിയേട്ടൻ നേരത്തെ എണീറ്റ്? അവനൊന്നും മിണ്ടാതെ പോന്നു. എല്ലാവരും തനിക്കെതിരാണ്. താൻ നശിക്കുന്നത് കാണാൻ കാത്തിരിക്കുകയാണ് എല്ലാവരും. പ്രഭാതത്തിലെ നേർത്ത മൂടൽമഞ്ഞ് പൊതിഞ്ഞു നിൽക്കുന്ന ആ 4 കെട്ടിനെയും അതിനകത്തെ മനുഷ്യരെയുമെല്ലാം അവൻ വെറുക്കുന്നു. തലേന്നഴിച്ചിട്ട് ഷർട്ടെടുത്തിട്ടു. നനച്ചിട്ട മുണ്ട് ഇനിയും ഉണങ്ങിയിട്ടില്ല. മുഷിഞ്ഞ മുണ്ട് മാറ്റി അതെടുത്തു. റബ്ബർ നാട കൊണ്ട് കെട്ടിയ പുസ്തകങ്ങളെടുത്ത് പുറത്തു കിടന്നപ്പോൾ വീണ്ടും മാളുവിനെയാണ് മുമ്പിൽ കണ്ടത്. എവിടേക്കാ അത്ര നേരത്തെ? എവിടേക്കെങ്കിലും. ഉമ്മറത്ത് വീണ്ടും അവൻ സംശയിച്ചു നിന്നു.
പടിപ്പുര വാതിൽ തുറന്ന് പാടത്തെത്തിയപ്പോഴാണ് ആലോചിച്ചത്, എവിടേക്കാണ് പോകേണ്ടത്? അന്ന് 4 മണിക്കകത്താണ് പണമടയ്ക്കേണ്ടത്. ആരെയാണ് കാണേണ്ടത്? ആരോടാണ് ചോദിക്കേണ്ടത്? വെറുതെ നടന്ന് പാടത്ത് നിന്ന് നിരത്തിൽ കയറി. സ്കൂളിലേക്ക് പോകേണ്ടത് തെക്കോട്ടാണ്. അവൻ നേരെ വടക്കോട്ടാണ് നടന്നത്. പുഴവക്കിലൂടെ പോകുന്ന നിരത്തിൻ്റെ വക്കത്തുള്ള ചായപ്പീടികയിൽ രാവിലത്തെ കച്ചവടത്തിൻ്റെ ബഹളമുണ്ട്. നിരത്തിൽ നിന്ന് വീണ്ടും പാടത്തേക്ക് ഇറങ്ങി. അവിടെ നിന്ന് ഇടവഴി കയറി കുറേ നടന്നപ്പോൾ കുന്നിൻ ചെരുവിലെത്തി. എങ്ങോട്ടാണ് നടത്തമെന്ന് ആലോചിച്ചില്ല. അവസാനം ചെന്നെത്തിയത് നരിവാളൻ കുന്നിൻ്റെ ചെരുവിലാണ്. അപ്പോൾ അവന് ഓർമ്മ വന്നു, വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്ന ആ പ്രഭാതത്തിലും വന്നിരുന്നത് ഇവിടെയാണ്. സെയ്താലിക്കുട്ടിയെ ഇവിടെ വച്ചു കണ്ടു. കുന്നിൻ പുറത്ത് കരിഞ്ഞുണങ്ങിയ പുൽപ്പരപ്പ് മാത്രം കാണാം. ഇളവയിൽ പരക്കുന്നു. തുറച്ചു നിൽക്കുന്ന ആ പാറക്കെട്ട് അപ്പോഴും പഴയ പടി തന്നെയുണ്ട്. അവൻ അതിൻ്റെ മുകളിലിരുന്നു. ഓർമ്മയിൽ തെളിഞ്ഞു നിൽക്കുന്ന ആ പ്രഭാതത്തിൽ പാറക്കെട്ടിൻ്റെ മുകളിൽ വന്നിരുന്നത് അതെ 2 കൊല്ലം മുമ്പാണ്. അന്ന് കുന്നിൻപുറം നിറച്ചും കണ്ണാന്തളികളുണ്ടായിരുന്നു. 2 കൊല്ലം കടന്നുപോയി. 2 കൊല്ലത്തിനിടയ്ക്ക് വളരെ വളരെ കാലം ജീവിച്ചു എന്നാണ് തോന്നുന്നത്. കൂർത്തു നിൽക്കുന്ന ആ പാറ വളർന്നിട്ടുണ്ടോ? ഉണ്ടായിരിക്കും. സയൻസ് മാസ്റ്റർ ക്ലാസ്സിൽ പറഞ്ഞു. വളർച്ച 2 വിധമാണ്. പാറകളും പടിക്കാരക്കട്ടയും വളരുന്നത് പുറമേ നിന്നാണ്. ജീവികൾ ഉള്ളിൽ നിന്ന് വളരുന്നു. പാറ പുറമേ വളരുകയുണ്ടായിരിക്കും. മനുഷ്യരും ജീവികളും അകത്തുനിന്ന് വളരുന്നു. 2 കൊല്ലത്തിനിടയ്ക്ക് താൻ എത്രത്തോളം വളർന്നിട്ടുണ്ട്. കണ്ണാടി നോക്കുമ്പോഴെല്ലാം വലിയൊരാളായി കഴിഞ്ഞുവെന്നാണ് തോന്നുന്നത്. പണ്ട് ട്രൗസറും ഷർട്ടും ഇട്ട് നടന്നിരുന്ന അപ്പുണ്ണി എന്ന ചെറുക്കനല്ല താനിപ്പോൾ. ആ അപ്പുണ്ണി ഇല്ലത്തെ നെല്ലുകുത്തുകാരിയുടെ മകനായിരുന്നു. ഒരുപാട് മനുഷ്യരുള്ള ലോകത്തിൽ തനിയെ നിൽക്കുന്ന ഒരാളാണ് താൻ. ആരും സ്വന്തമായില്ലെങ്കിൽ വേണ്ട, ആരെയും ഭയപ്പെടുന്നുമില്ല. വെയിലിന് ചൂട് തുടങ്ങിയപ്പോഴാണ് അപ്പുണ്ണി സ്കൂളിനെ പറ്റി ഓർത്തത്. സ്കൂളിൽ പോകണം, പക്ഷേ 15 ഉറുപ്പികയുടെ കാര്യം വരുമ്പോൾ അന്ന് രാവിലെ ഇറങ്ങുമ്പോൾ മച്ചിൻ്റെ മുമ്പിൽ നിന്ന് തൊഴുതിട്ടില്ല. ആ പതിവ് തെറ്റിക്കാറില്ല. പണ്ട് പട്ടിണി കിടക്കുന്ന മക്കൾക്ക് പുഴ നീന്തി ചോറ് കൊണ്ടുവന്ന് കൊടുക്കുന്ന അമ്മ ഇരിക്കുന്ന സ്ഥലം. ആ അമ്മ തൻ്റെ പ്രാർത്ഥന കേൾക്കാത്തതെന്തേ? കരിഞ്ഞ പുൽത്തകിടിയിൽ അവൻ്റെ നിഴൽ പിന്നിൽ നീണ്ടുകിടന്നു. അപ്പുണ്ണി എഴുന്നേറ്റു. സ്കൂളിൽ പോവുക തന്നെ. ക്ലാസ് മാസ്റ്റർ ചോദിക്കും, അല്ലെങ്കിൽ ഹെഡ് മാസ്റ്റർ വിളിച്ചു ചോദിക്കും. ഫീസ് അടയ്ക്കുന്നില്ലേ എന്ന് ചോദിച്ചാൽ പറയും, ഇല്ല സാർ, ഞാൻ അടയ്ക്കുന്നില്ല. ഇന്നാണ് അവസാനത്തെ തീയതി. അറിയാമോ? അറിയാം സാർ, അറിയാം. 1 കൊല്ലം വെറുതെ പോവുകയാണ്. പോവട്ടെ സാർ. എന്താ പണമടയ്ക്കുന്നില്ലെന്ന് വെച്ചത്? എനിക്ക് പണമില്ല. എനിക്ക് വീടില്ല സാർ. എനിക്ക് ആരുമില്ല. അയ്യോ പാവം. അത് മാത്രം പറയരുത്. ആരും അതിൽ വ്യസനം കാണിക്കേണ്ട കാര്യമില്ല. അങ്ങനെ ആ രംഗം അവസാനിക്കും. സ്കൂളിലെത്തിയപ്പോൾ ആകെ ക്ഷീണിച്ചു പോയിരുന്നു. ഇരുവശവും നോക്കാതെ ഗേറ്റ് കടന്നു നടന്നു. വലിയ കെട്ടിടത്തിൻ്റെ അറ്റത്തെ മുറിയുടെ വാതിൽക്കൽ ചെന്നു നിന്നു. പച്ചക്കോട്ടും ഗോപിക്കുറിയുമുള്ള ജോഗ്രഫി മാസ്റ്റർ പാഠമെടുക്കുകയാണെന്ന വ്യാജേന താൻ ഉത്തരേന്ത്യയിൽ സഞ്ചരിച്ചതും ഏതോ ദിവാൻ്റെ മകൾക്ക് ട്യൂഷൻ കൊടുത്തതും പറയുകയാണ് അദ്ദേഹത്തിൻ്റെ പതിവ്. ഇപ്പോൾ ഹൗസ് ബോട്ടിനെ പറ്റിയാണ് പറയുന്നത്. മുഖമുയർത്തി നോക്കാൻ ധൈര്യമുണ്ടായില്ല. 2ാമത്തെ പീരിയഡാണ്. ക്ലാസ്സിലെ 45 ജോഡി കണ്ണുകൾ തൻ്റെ ശരീരത്തിൽ പതിയുന്നുണ്ട്. മാസ്റ്റർ പറഞ്ഞു, ഗെറ്റിൻ. എന്താ ഇപ്പോഴേ നേരം വെളുത്തുള്ളൂ? അപ്പുണ്ണി മിണ്ടിയില്ല. ദീനമായി ഒന്ന് നോക്കുക മാത്രം ചെയ്തു. മുൻവരിയിൽ ഇടത്തെ അറ്റത്ത് ചെന്നിരുന്നു. മുഹമ്മദ് വന്നിട്ടുണ്ടോ എന്ന് നോക്കണമെന്നുണ്ടായിരുന്നു. ഈ പീരിയഡ് കഴിഞ്ഞിട്ടാവാം. ബെല്ലടിച്ചു. മാസ്റ്റർ മേപ്പ് മടക്കിയപ്പോൾ അവൻ തിരിഞ്ഞ് പിൻബഞ്ചിലേക്ക് നോക്കി. മുഹമ്മദ് വന്നിട്ടില്ല. 1 മണിയുടെ ബെല്ലടിച്ച് പുറത്തു വന്നപ്പോൾ വിയർത്തു കുളിച്ച് ഗേറ്റിൽ നിൽക്കുന്നുണ്ട് മുഹമ്മദ്. അപ്പോൾ വരുന്ന വഴിയാണ്. കിട്ടിയോ എന്ന് ചോദിക്കാൻ നാക്ക് പൊങ്ങിയില്ല. അവൻ്റെ കണ്ണിലും ചുണ്ടിലും ആ ചോദ്യം തുളുമ്പി നിന്നു. മുഹമ്മദ് കണ്ണിറുക്കി ഒരു വിഡ്ഢിച്ചിരി ചിരിച്ച് തോളിൽ കൈയിട്ട് പറഞ്ഞു, എൻ്റെ എടോ കിട്ടി. പോക്കറ്റിൽ നിന്ന് വല്ലാതെ ചുളിഞ്ഞു മുഷിഞ്ഞ 15 ഒറ്റ നോട്ടുകൾ എടുത്തു തന്നപ്പോൾ അപ്പുണ്ണിക്ക് മുഹമ്മദിനെ കെട്ടിപ്പിടിക്കണമെന്ന് തോന്നി. എവിടുന്നേ? അതൊക്കെ അറിയണം എന്തിനാ? താൻ ഫീസ് കെട്ട്. എന്നാ തിരിച്ചു കൊടുക്കേണ്ടത്? ഉള്ള കാലത്ത് കൊടുത്താൽ മതി. കൂടുതൽ അന്വേഷിക്കാൻ നിന്നില്ല. വേഗം ഓഫീസിലേക്ക് ഓടി. റൈറ്റർ കുറിപ്പ് ഉണ്ണാൻ പോയിട്ടില്ല. അപ്പോൾ തന്നെ ഫീസ് അടച്ചു. വൈകുന്നേരം സ്കൂൾ വിട്ടു പോരുമ്പോൾ മുഹമ്മദിനോട് പറഞ്ഞു, ഞാൻ പണം കിട്ടില്ല എന്ന് തന്നെ ഉറപ്പിച്ചതാ. ഞാൻ ഷാളോട് ചോദിച്ചു. പറ്റിയില്ല. ഉമ്മാനെ വിട്ട് ചോദിപ്പിച്ചു. എന്നിട്ട് എവിടെയെന്നാ കിട്ടിയത്? ഉമ്മ ഒരുപാട് സ്ഥലത്തൊക്കെ നടന്ന് എവിടുന്നും കിട്ടാണ്ട് മട്ടിച്ച് കുടിയിൽ വന്നിരിക്കുമ്പോൾ കേൾപ്പിച്ചു ഒരാൾ പണം കൊണ്ടിരിക്കണു. ആരാ മുഹമ്മദേ? ആരാ?
ആരെങ്കിലും ആയിക്കോട്ടെ. ആരാന്ന് പറയൂ. പറഞ്ഞാൽ തനിക്ക് പിടിക്കൂല. പറഞ്ഞാലല്ലേ എനിക്ക്. അപ്പുണ്ണി എന്തോ ആലോചിച്ചു. ആരായാലും എന്തടോ, എനിക്കറിയണം. സഹായിച്ചത് ആരാന്നറിയണം. കാശ് കൊടുത്തയച്ചത് തൻ്റെ അമ്മയാണ്. അമ്മ. അപ്പുണ്ണി ആകെ സ്തബ്ധനായിപ്പോയി. അത് വേണ്ടിയിരുന്നില്ല. മുഹമ്മദിൻ്റെ ചുമലിൽ ബലമായി അമർത്തിപ്പിടിച്ച് അപ്പുണ്ണി അമർഷത്തോട് ചോദിച്ചു. അത് നേരത്തെ പറയാറുന്നില്ലടോ. മുഹമ്മദ് ഒട്ടും അലോഗ്യം കാട്ടാതെ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. എന്താടാ, അവരുടെ ഉറുപ്പികയ്ക്ക് 16 അണ കിട്ടൂലേ? അതുകൊണ്ട് ഫീസ് കെട്ടാറായി. നീ ഇപ്പോൾ മുണ്ടാണ്ട് കുത്തിയിരുന്നോ? തനിയെ ആയപ്പോൾ മനസ്സ് കനത്തു വിങ്ങുകയായിരുന്നു. രാത്രിയിൽ ഒരു വിളക്കൊഴിഞ്ഞു കിട്ടാൻ കുറേ നേരം കാത്തിരിക്കണം. ചുവന്ന മണ്ണെണ്ണ ഒഴിച്ച ഒരു ചിമ്മിനി വിളക്കാണ്. വല്ലാതെ പുകയുന്നുണ്ട്. പോരാത്തത് ഈ ഓട്ടുചിമ്മിനി വിളക്കിന് ജീവനുണ്ടെന്ന് തോന്നും അതിൻ്റെ വികൃതി കണ്ടാൽ. എവിടെ വെച്ചാലും പുക തിരിഞ്ഞു മറിഞ്ഞു മുഖത്തേക്ക് വരും. മാളു പിന്നിൽ വന്നു നിന്നു. അവൻ അറിഞ്ഞില്ല. അവൾ വിരൽ ഞൊടിച്ച ശബ്ദം കേട്ടപ്പോഴാണ് അവൻ തിരിഞ്ഞു നോക്കിയത്. അവൾ ചോദിച്ചു, ഫീസ് അടച്ചോ അപ്പുണ്ണിയേട്ടാ? എന്നൊന്ന് മൂളാനാണ് തോന്നിയത്. എവിടുന്നെങ്കിലും. പെണ്ണിനെ എന്തെല്ലാം അറിയണം. ചിമ്മിനിയുടെ മങ്ങിയ വെളിച്ചത്തിൽ തൂണിൽ കവിളമർത്തിക്കൊണ്ട് കണ്ണുകൾ ചെരിച്ചു നോക്കി നിൽക്കുന്ന അവളെ അവൻ ഒന്നുകൂടെ നോക്കി. ഈറൻ മുടിയുടെ മടുപ്പിക്കുന്ന മണം മൂക്കിൽ തട്ടുന്നുണ്ട്. മുഴുക്കൻ കഴുത്തിൽ ചരടിൽ കോർത്തിട്ട ഏലസ് പോലെ അവളുടെ കണ്ണുകളും തിളങ്ങുന്നു. സംസാരിക്കാൻ അവൾ അടുത്തു വരുമ്പോൾ വെറുപ്പാണ് തോന്നുക. അകലെ കാണുമ്പോൾ സഹതാപവും. അവൾക്കൊന്നും ദൈവം കൊടുത്തില്ല. കണ്ടാൽ ചന്തമുള്ള ഒരു മുഖം കൂടി. പുസ്തകത്തിലെ വരികളിലൂടെ കണ്ണുകൾ വെറുതെ സഞ്ചരിക്കുകയായിരുന്നു. ശ്രദ്ധ പുസ്തകത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിച്ചു. Oh, swallow, swallow, if I would follow and light upon her ladders, I would pipe and frill and chirp and twitter 20 million loves. ഇംഗ്ലീഷ് മാസ്റ്റർ അർത്ഥം പറഞ്ഞു തന്നത് ഓർമ്മിക്കാൻ ശ്രമിച്ചു. കവി ദൂരെ തെക്കൻ രാജ്യത്തിരിക്കുന്ന ഒരു സ്ത്രീക്ക് സന്ദേശം അയക്കുകയാണ്. കവി ആ സ്ത്രീയെ സ്നേഹിക്കുന്നു. പക്ഷിയോടാണ് എല്ലാം പറയുന്നത്. ഓ, were that she might take me in and lay me on her bosom, and her heart would draw the snowy cradle till I died. ഞാൻ നീയായിരുന്നെങ്കിൽ അവൾ എന്നെ മാറിൽ ചേർത്തണയ്ക്കുകയായിരുന്നു. വീണ്ടും ശ്രദ്ധ ചിതറിപ്പോയി. അക്ഷരങ്ങൾ കൺമുന്നിൽ നിന്ന് മാഞ്ഞുപോയി. മിനുങ്ങുന്ന ഒരു നീല പട്ടു ജാക്കറ്റ്, മഷി എഴുതി കറുപ്പിച്ച പാതിയടഞ്ഞ കണ്ണുകൾ, സുഖകരമായ സുഗന്ധം. അയ്യേ, എന്തെല്ലാമാണ് ആലോചിച്ചു പോകുന്നത്. പരീക്ഷയ്ക്കിനി 3 മാസമേയുള്ളൂ. അവൻ വീണ്ടും ശ്രദ്ധ പാഠത്തിലേക്ക് വലിച്ചുകൊണ്ടുവന്നു. Why lingers she to clothe her with love, delaying as the tender hearts to clothe herself when all the woods are green? പൊടുന്നനെ അവൻ ആലോചിച്ചു. ഇപ്പോൾ അമ്മിണിയെടുത്ത് എന്തു ചെയ്യുകയാവും? ഉറങ്ങിക്കാണും. പതുപതുപ്പുള്ള മെത്തയിൽ ചരിഞ്ഞു കിടന്ന് ചുവന്ന കുപ്പിവളകളിട്ട കൈത്തണ്ട കൊണ്ട് തലയിണ ചുറ്റിപ്പിടിച്ച് കിടക്കുകയാവും. മുമ്പ് ഏതോ പാഠപുസ്തകത്തിൽ കണ്ട ഉറങ്ങുന്ന രാജകുമാരിയുടെ ചിത്രം ഓർമ്മ വന്നു. ഉറങ്ങുന്ന രാജകുമാരി. ആ കഥ 4ാം ഫോറത്തിൽ പഠിച്ചതല്ലേ? വർഷങ്ങളായി ഉറങ്ങുന്ന രാജകുമാരി. ആ മുറിയിലേക്ക് രാജകുമാരൻ കയറി ചെന്നു. നേർത്ത തിരശ്ശീല നീക്കി കട്ടിലിനരികെ ചെന്ന് മുട്ടുകുത്തിന്ന് രാജകുമാരി അവളുടെ കവിളത്ത് ഉമ്മ വെച്ചു. നാണമായിരുന്നു ഓർക്കുമ്പോൾ. നിഗൂഢമായ ഒരാനന്ദവും ലജ്ജയും തോന്നുന്നു. അറിയാത്ത സങ്കല്പങ്ങളുടെ ഒരു ലോകത്തേക്ക് അവനെ വിളിച്ചു കയറ്റിയത് അമ്മിണിയേടത്തിയായിരുന്നു. വിളക്കിൻ്റെ പുക പുസ്തകത്തിൻ്റെ കരിവീഴ്ത്തി. വിളക്ക് കുറെ കൂടി മാറ്റിവെച്ച് വീണ്ടും വായിച്ചു. വൈ ലിംഗേഴ്സ് ഷീ ടു. നിനക്ക് ഇനി കിടക്കാറായില്ലേ? എന്തോ ആവശ്യത്തിന് താഴത്തിറങ്ങി വന്ന വലിയമ്മ ചോദിക്കുന്നു. വായിക്കാനുണ്ട്. രാത്രി മുഴുവൻ വിളക്ക് കത്തിക്കാൻ നീ ഇവിടെ തപ്പിലല്ലേ മണ്ണെണ്ണ വാങ്ങി വെച്ചിരിക്കണ. അവൻ ഉടനെ വിളക്കൂതി ഇരുട്ടിലൂടെ തപ്പിത്തടഞ്ഞ് കോണിമുറിയിലേക്ക് നടന്നു. വലിയ മാമ പൂന്തോട്ടത്തിൽ പോയിട്ട് 1 മാസമായി. കുട്ടമ്മാമ വിൽക്കാതിരിക്കാൻ തേങ്ങ മുഴുവൻ കൊപ്പരക്കാരൻ കുഞ്ഞാലുവിന് കരാറ് കൊടുത്ത് പണം വാങ്ങിയിരിക്കുകയാണ്. കുഞ്ഞാലു വന്നിട്ടാണ് ആ വിവരം പറഞ്ഞത്. അടുക്കള മുറ്റത്തെ തെങ്ങിൻ്റെ തേങ്ങ മാത്രം വീട്ടിലെ ആവശ്യത്തിന് പറിച്ചെടുക്കാം. മറ്റേതെല്ലാം അവൻ്റെ മുതലാണ്. കുഞ്ഞാല് താക്കീത് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഉറുപ്പിക എണ്ണിക്കൊടുത്ത മുതലാ. എൻ്റെ ആളുകൾ വരേണ്ട മുമ്പ് തേങ്ങ എടുത്താൽ കുഞ്ഞാലുവിൻ്റെ സ്വഭാവം മാറും. എല്ലാവരും അത് കേട്ടു. വടക്കേപ്പാട്ടെ തറവാട്ടിൽ നിന്ന് നാഴിയും മുരിയും കൊണ്ടുപോയി കഴിഞ്ഞതാണത്രേ കുഞ്ഞാലുവിൻ്റെ ഉമ്മ. ആ കുഞ്ഞാലുവാണിപ്പോൾ വന്ന് കാര്യം പറയുന്നത്. മകരക്കൊയ്ത്ത് തുടങ്ങാറായി.
വലിയ മാമയുടെ സമ്മതം ചോദിക്കാൻ നിൽക്കാതെയാണ് തോണിക്കടവിനടുത്ത നിലത്ത് കൊയ്ത്ത് ആരംഭിച്ചത്. തെക്കേ കളമുറ്റത്ത് കറ്റകൾ കൂട്ടി. വീട്ടിലുള്ളവർക്ക് ആശ്വാസമായി. കുറേ നാളേക്ക് നെല്ലിൻ്റെ ആവശ്യം നിവർത്തിക്കാമല്ലോ. ഇക്കുറി വിള നന്ന്. വെള്ളപ്പൊക്കത്തിൽ ചേറുവീണ അപൂർവം സ്ഥലങ്ങളിൽ തോണിക്കടവ് നിലവും പെടും. മിക്ക കൃഷിക്കാർക്കും കിട്ടിയത് മണലാണ്. 15 മേനിക്കെടുത്ത് വരുമെന്നാണ് ചെറുമക്കളുടെ അഭിപ്രായം. പദം കൊടുത്തു കഴിഞ്ഞ് ചേറി വെടുപ്പാക്കി പുന്നെല്ല് കൈക്കാലയ്ക്കകത്ത് കൂട്ടിയിട്ടു. പൂട്ടി താക്കോൽ കുട്ടമ്മയാണ് കൈവശം വെച്ചത്. പിറ്റേന്ന് രാവിലെ കൂലിക്കാർ വന്നപ്പോഴാണ് എല്ലാവരും അമ്പരന്നു പോയത്. നെല്ല് വിൽക്കാൻ പോകുന്നു. വലിയമ്മ ഉമ്മറത്ത് വന്ന് വിളിച്ചു, കുട്ടാ, ഈ പച്ചനെല്ല് വിൽക്ക്. ഇവിടെ കുട്ടികൾക്ക് ഭക്ഷണമൊന്നും കഴിക്കണ്ടേ? അതിന് കുറച്ചവിടെ ഇട്ടിട്ടുണ്ട്. ഇനിയും കൊയ്യണ്ടല്ലോ. നീ തോന്നിയോണം നടക്കാൻ തുടങ്ങിയ ഇത്തിരി വിഷമാട്ടോ കുട്ടാ. കുഞ്ചിയപ്പോളേ, ഞാനാ കൃഷി നടത്തുന്നത്. പുല്ല് പറിക്കാനും ചാഴി വീശാനും നിങ്ങളുടെ കാശ് ചെലവായിയോ? നിക്കറിയാം. വലിയമ്മ ശോഭിച്ചു. നീ തോന്നിയോണം നടക്കാൻ നിന്റെ സ്വകാര്യ സ്വത്താവണം. വടക്കേപ്പാടം കൊയ്ച്ച് വടക്കുമുറിയിട്ട് മെതിച്ച് നെല്ല് പൂന്തോട്ടത്തിലേക്ക് കയറ്റിയപ്പോൾ എന്തേ മിണ്ടാത്ത്? നാവിറങ്ങിയിരുന്നോ? വലിയമ്മ മടം പിടിച്ചുകൊണ്ട് അകത്തു മുഴുവൻ നടന്നു. അമ്മമ്മ എന്തോ ചോദിച്ചപ്പോൾ അവരുടെ നേരെ ചാടിക്കയറി. തിന്നു മുടിക്കാൻ മാത്രം വന്നുകൂടിയ അപ്പുണ്ണിയെയും മാളുവിനെയും കുറേ ശകാരിച്ചു. കൂട്ടത്തിൽ ചെറിയച്ഛൻ്റെ അവകാശത്തീറിൻ്റെ കാര്യവും പറഞ്ഞു. ചുമട്ടുകാർ ചാക്കുകളേറ്റി പടിയിറങ്ങി. വടക്കേ പാടം കൊയ്തു കൊണ്ടുപോയെന്ന് കേട്ട ദിവസം വലിയമ്മ ഭാസ്കരനെ അയച്ച് കാര്യസ്ഥൻ കുഞ്ഞൻ നായരെ വരുത്തിയിരുന്നു. കുറേ ആവലാതികൾ പറഞ്ഞു. വടക്കേ പാടം വലിയമ്മാമയുടെ സ്വകാര്യ സ്വത്താണത്രേ. കേസ് നടത്താനാണത്രേ കുട്ടമാമ അകത്തെ വളപ്പിലെ മരങ്ങളും മുറിച്ച് വിൽക്കാൻ തുടങ്ങിയിരിക്കുന്നു. വലിയമ്മ അപ്പോഴും പറയുന്നുണ്ട്, ഈ തറവാട് കുളം കോരും, ഞാനും എൻ്റെ കുട്ടികളും കഷ്ടത്തിലാവും. കുറേ തവണ കേട്ടപ്പോൾ അമ്മമ്മ പറഞ്ഞു, കുളം കോരിയാലും നിനക്കൊന്നും പേടിക്കാനില്ലല്ലോ, നിനക്കൊരു സ്ഥലവും മുതലും ഒക്കെ ഉണ്ടല്ലോ. വലിയമ്മയ്ക്ക് അത് രസിച്ചില്ല. അതിച്ചിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോകുമൊന്നുമില്ല, കിട്ടാനുള്ളതൊക്കെ വാങ്ങിയിട്ട് തന്നെ പോവുള്ളൂ. എൻ്റെ കുഞ്ചുകുട്ടിയെ, അതല്ല ഞാൻ പറഞ്ഞത്. ബുദ്ധിമുട്ടുണ്ടോര് ഞങ്ങളാ ചിലരൊക്കെയാ. വീട്ടിനകത്ത് ആരെന്തു പറഞ്ഞു തുടങ്ങിയാലും അതൊരു വഴക്കിൻ്റെ തുടക്കമായിരിക്കും. ആർക്കും ആരെയും വിശ്വാസമില്ല. എല്ലാ വഴക്കു നിന്നും ഒഴിഞ്ഞു മാറി അപ്പുണ്ണി. ഒരിക്കലും താനൊരു സംഭാഷണ വിഷയമാകരുതെന്ന് അവൻ ആഗ്രഹിച്ചു. ഒരാഗ്രഹമേ ഉള്ളൂ, ഈ പുകയുന്ന നെരിപ്പോടിൽ നിന്ന് പുറത്തു ചാടണം. സ്കൂൾ വിട്ടുവന്ന ഉടനെ വായിക്കാനിരിക്കും. സന്ധ്യ മയങ്ങി ഇരുട്ടിൽ അക്ഷരങ്ങൾ കാണാതാവുന്നതുവരെ വായിക്കും. പിന്നെ എവിടെയെങ്കിലും ഒരിടത്ത് വെളിച്ചം വീഴാത്ത ഒരു മൂലയിൽ ചെന്നിരിക്കും. ഉണ്ണാറാവുന്നതുവരെ. ഉണ്ട് കഴിഞ്ഞാൽ പിന്നെ വിളക്ക് കിട്ടുന്നത് വരെയുള്ള കാത്തിരിപ്പാണ്. അധികം വൈകുന്നതുവരെ വിളക്ക് കത്തിക്കാനും പാടില്ല. മണ്ണെണ്ണയ്ക്ക് വലിയ ചിലവാണ്. ഒരു വറ്റ ഇലയിൽ നിന്ന് തെറിച്ചു പോയാൽ, വെള്ളം നിലത്ത് തട്ടിമറിഞ്ഞാൽ എല്ലാം ലഹള ആരംഭിക്കുകയായി. രാവിലെ നേരത്തെ എഴുന്നേൽക്കും. മിക്കപ്പോഴും കിണറ്റിൻ കരയിൽ തുടി ശബ്ദിക്കുന്നത് കേട്ടാവും ഉണരുക. കാക്ക കരയുന്നതിന് മുമ്പ് മീനാക്ഷി എടുത്ത് എഴുന്നേൽക്കുമല്ലോ. മഞ്ഞും തണുപ്പുമുള്ള പ്രഭാതത്തിൽ കോലായിൽ കിട്ടുന്ന നേർത്ത വെളിച്ചത്തിൽ വായിക്കാനിരിക്കും. കാത്തിരുന്ന് മാർച്ച് 15 വന്നെത്തി. പരീക്ഷ ആരംഭിക്കുന്നത് അന്നാണ്. മനസ്സ് നിറയെ പ്രാർത്ഥനയായിരുന്നു. ഒന്നും പിഴക്കല്ലേ. ഓരോ പേപ്പർ എഴുതി കഴിയുമ്പോഴേക്കും ആശ്വാസം തോന്നി. വെള്ളിയാഴ്ച അവസാനത്തെ പരീക്ഷയും കഴിഞ്ഞു. തിരിച്ചു പോരുമ്പോൾ വലിയൊരു ചുമടിറക്കി വെച്ച സന്തോഷമായിരുന്നു. പക്ഷേ വീടെത്തിയപ്പോൾ ഉത്സാഹം മുഴുവൻ നശിച്ചു. അവിടെ കുട്ടമ്മാമയും വലിയമ്മയും തമ്മിൽ ഏറ്റുമുട്ടിയിരിക്കുകയാണ്. ആരും ചോദിച്ചില്ല പരീക്ഷ കഴിഞ്ഞോ എന്ന്, നന്നായി എഴുതിയോ എന്ന്. അവൻ ജയിച്ചാലും തോറ്റാലും ആർക്കും ഒന്നുമില്ല. അമ്മമ്മ ചിലപ്പോൾ ഒന്ന് അനുഗ്രഹിക്കും, ഓനൊരു ചോറാവട്ടെ. ഒഴിവുകാലം അസഹ്യമാണ് എപ്പോഴും. പക്ഷേ ഇനി ഒഴിവുകാലമേയുള്ളൂ. പരീക്ഷയുടെ ഫലം അറിയുന്നത് വരെയെങ്കിലും പിന്നെ വരും പോലെ വരട്ടെ.